ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിനിടെ വ്ളോഗിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. കാരണം ആ ഡേ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ തായ്ലൻഡ് എത്തിയിട്ട് പട്ടായയിലെ നമ്മളെ സെയിം ഡേ ആണിത്. നമ്മൾ ഉച്ച സമയത്താണല്ലോ എത്തിയത്. അപ്പം വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷൊക്കെ ആയതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഒരു 5:30ക്ക് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ പട്ടായ സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. അതിനിടെ നമുക്ക് മസാജും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പട്ടായയിൽ വന്നാൽ തായ് മസാജ് ചെയ്യാണ്ട് എന്തായാലും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് അവിടെ ഒരു ചെറിയ പൈസക്ക് മസാജ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ മസാജ് സെൻറ്റർ എത്തി. എന്നിട്ട് അവിടെ നിന്ന് മസാജൊക്കെ ചെയ്ത ശേഷം നമുക്കൊരു ടീ പോലത്തെ ഒരു സംഭവം കിട്ടും. അതാണ് ഇത്. അതും കൂടി കുടിച്ച് നമ്മൾ നേരെ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലോട്ടാണ്. നല്ല ക്രൗഡാണ് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റ്. അതെല്ലാവർക്കും പട്ടായ പോയവർക്കെല്ലാം അത് മനസ്സിലാവും എത്രത്തോളം ക്രൗഡായിരിക്കും അവിടെയെന്ന്. അതുമാത്രമല്ല കേട്ടോ, അവിടെ വരുന്ന മുമ്പേ ഭയങ്കര ട്രാഫിക്കായിരുന്നു. 2 ദിവസമായി ഇത് ഭയങ്കര ട്രാഫിക് ഉണ്ട് നമ്മളോട് ഡ്രൈവർ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ നടന്നു വാക്കിംഗ് സ്ട്രീറ്റിൽ. ഇങ്ങനെ എത്ര നടന്നാലും നമുക്കത് മനസ്സിലാവില്ല. അങ്ങനെ എന്തിപ്പാ അത്രയ്ക്കൊണ്ട് കാണാനും അതുപോലെ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ അതാ ഈ ഇളനീർ ഉണ്ടത്. ഇളനീർ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ വാങ്ങി കുടിക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഇളനീർ. നാട്ടിലത്തെ പോലത്തേ അല്ല കേട്ടോ, നാട്ടിലത്തെ എത്രയോ ബെറ്ററാണ്. നല്ല ഡിഫറൻസ് ഉണ്ട് ഇളനീറിന്. അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് കണ്ടാൽ വാങ്ങിയിട്ട് കുടിച്ചിട്ട് നമ്മൾ പിന്നെ നടക്കുകയുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഡ്രൈവർ നമ്മളോട് പറഞ്ഞിരുന്നു പട്ടായ എന്ന് പറയുന്നത് രാത്രി 7 മണിക്ക് അവർ ഇങ്ങനെ എല്ലാവരും തുടങ്ങും. അതായത് എല്ലാവരും 7 മണിയാകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങും. പിന്നെ അവർ ഉറങ്ങുന്നത് തന്നെ രാവിലെ 7 മണിക്കാണ്. അതുവരെ അവരിങ്ങനെ നടക്കും. പിന്നെ ഒന്നും പറയണ്ടല്ലോ, അങ്ങനെ ബിയറും അതും ഇതുമെല്ലാം ഒക്കെ അടിച്ചിങ്ങനെ ഒരു ഉറക്കില്ല. രാത്രി അവർക്ക് എന്തായാലും ഉറക്കില്ല. അങ്ങനെ അവർ ആസ്വദിക്കും. അതുമാത്രമല്ല അവരതുകൊണ്ട് നമ്മൾ ഡെവിൽ എന്നാന്ന് പറയില്ല. അതായത് ഇങ്ങനെ പ്രേതങ്ങളെന്നാണ് പറയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറേ നമ്മൾ എൻ്റർടൈൻ ചെയ്തിരുന്നു. അതെല്ലാം കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പട്ടായ പോയാലും നമുക്കത് മനസ്സിലായി അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതാ ഇത് 7-Eleven എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്. ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. അത് നിങ്ങൾ തായ്ലൻഡിൽ പോയാൽ കുറേ സ്ഥലത്ത് ഇത് കാണാം. ഇങ്ങനെ 7-Eleven എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് സ്നാക്സും ഇതായി കാണുന്ന സ്നാക്സൊക്കെ വാങ്ങി. പിന്നെ വാട്ടർ ബോട്ടിൽ നമുക്ക് നമ്മളെ ഗേറ്റ് തന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ നേരെ റൂമിലോട്ട് വിട്ടു. റൂമിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു 12 o'clock ആയിരുന്നു. പിന്നെ നമ്മൾ ആ ദിവസം വന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും 12 o'clockന് വന്നത് തന്നെ. ഈ ഒരു ഡേ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് മെയിനാണ്. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബായ്.